ഹലോ മൈ ഡിയർ 11th എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? +1 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ 4ാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിനിൽ 2 ടോപ്പിക് മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒന്നാമത്തേത് സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്, രണ്ടാമത്തേത് പ്രൊജക്ടൈൽ മോഷൻ. ഇതിൽ സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ ആൻഡ് എക്സാമ്പിൾസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പ്രൊജക്ടൈൽ മോഷൻ നമുക്കൊരു 100% ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. എളുപ്പമാണ് മനസ്സിലാക്കി പഠിച്ചാൽ. മനസ്സിലാക്കിയില്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും, കാരണം കുറെ ഇക്വേഷൻസ് ഒക്കെ എഴുതുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, ടോപ്പിക്കിലോട്ട് കിടക്കാം. സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ് നമുക്ക് അധികം പഠിക്കാനൊന്നുമില്ല, കാരണം 9ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലും നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് തന്നെയാണ് എന്താണ് സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ് എന്നുള്ളത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ മേജർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന 2 ടൈപ്പാണ് സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്. ഇതിലെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഡയറക്ഷനെ കുറിച്ചാണ്. ഡയറക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് സ്കേലാർന്നും വെക്ടറിനും വിളിക്കാൻ പറ്റുന്നത് അല്ലെ? സ്കേലാർസ് എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്ഷൻ ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഡയറക്ഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഹാസ് ഗോട്ട് ഓൺലി മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ. ഒത്തിരി എക്സാമ്പിൾസ് നമ്മൾ ഇതുവരെ 9ാം ക്ലാസ്സിലും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലും ഒക്കെ പഠിച്ചതാണ്. ഞാൻ എന്തായാലും കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ ലിസ്റ്റ് ചെയ്യാം. മാസ്, ലെങ്ത്, ടെമ്പറേച്ചർ, ഡിസ്റ്റൻസ്, ടൈം, ഡെൻസിറ്റി, വർക്ക്, എനർജി, സ്പെസിഫിക് ഹീറ്റ്, ഇങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് സ്കേലാർസിനെ കുറിച്ച് അറിയാം. സ്കേലാർസിന്റെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷനും ഇതെല്ലാം സാധാരണ ആൾജിബ്രൈക് റൂൾസ് ഉപയോഗിച്ച്, മാത്സിന്റെ റൂൾസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ നമുക്കറിയാം, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് സെയിം യൂണിറ്റ്സ് ഓർ ഡയമെൻഷൻസ് ക്യാൻ ഓൺലി ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് എന്നുള്ളത് അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. അപ്പോ അഡീഷനും സബ്ട്രാക്ഷനും ഒരേ യൂണിറ്റ് ഉള്ള ക്വാണ്ടിറ്റീസ് ആയിരിക്കണം. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ നോർമൽ ആൾജിബ്രൈക് റൂൾസ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യാം. വെക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനെ നമ്മൾ സ്കേലാർ എന്ന് പറഞ്ഞു. സോറി, മാഗ്നിറ്റ്യൂഡ് അല്ല, ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനെ നമ്മൾ സ്കേലാർസ് എന്ന് പറഞ്ഞു. അപ്പൊ ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റീനെയാണ് വെക്ടർ എന്ന് പറയേണ്ടത് അല്ലെ? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കാറുണ്ട്? വെക്ടേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇതും പഠിച്ചിട്ടുള്ള കാര്യമാണ്. എക്സാമ്പിൾസും നിങ്ങൾക്ക് ഒത്തിരി എക്സാമ്പിൾസ് അറിയാം, എന്നാലും ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ടോർക്ക്, മൊമെന്റം, ഇതെല്ലാം വെക്ടേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. വെക്ടേഴ്സിന്റെ പറയുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള ആൾജിബ്രൈക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടല്ല വെക്ടറിന്റെ അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടുള്ള റൂൾസ് ഉണ്ട്. വെക്ടേഴ്സിനെ നമുക്ക് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആഡോ സബ്ട്രാക്റ്റോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. ആഡോ സബ്ട്രാക്റ്റോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ എന്ന് പറയുന്നത് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ. ഇത് രണ്ടും നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടാത്ത ടോപ്പിക് ആയതുകൊണ്ട് നമ്മളിപ്പോ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. പക്ഷെ സാധാരണ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ വെക്ടറിനെ ആഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും നോർമൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അല്ല. 2 ടൈപ്പ് ഓഫ് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്കേലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്നാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് വെക്ടർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ്. ഇതും നമ്മളുടെ ഫോക്കസ് ഏരിയ ടോപ്പിക് അല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താണ് സ്കേലാർസ്, എന്താണ് വെക്ടേഴ്സ്, ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, കുറച്ച് എക്സാമ്പിൾസ്, ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിന് പഠിച്ചു വെക്കേണ്ടത്. ഇനി നമ്മൾ കടക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ, അതാണ് പ്രൊജക്ടൈൽ മോഷൻ അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഈ പ്രൊജക്ടൈൽ എന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. പ്രൊജക്ടൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജാവലിൻ ത്രോ അല്ലെങ്കിൽ ഡിസ്കസ് ത്രോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വസ്തുവിനെ ഇങ്ങനെ എറിയാറുണ്ട് അല്ലെ? നേരെ മുകളിലോട്ട് എറിയുന്നതിനെ നമ്മൾ ഫ്രീ ഫോൾ എന്നാണ് പറയുക. താഴേക്ക് വരുന്ന, നേരെ മുകളിലോട്ട് പോയി നേരെ താഴേക്ക് വരുന്ന ഫ്രീ ഫോൾ ആണ്. അതല്ലാതെ ഒരു പ്രത്യേകമായിട്ടൊരു ആംഗിളിൽ നമ്മൾ ഇങ്ങനെ എറിയുന്നതിനെയാണ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വസ്തു പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് സമയം ഇങ്ങനെ പറന്നു പോകും അല്ലെ? എന്നിട്ട് ഇങ്ങനെ താഴേക്ക് വരും. അതിനെയാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് കോൾഡ് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം ഡിറൈവ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ മനസ്സിൽ വെക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു വസ്തു
പ്രൊജക്ട് ചെയ്തു പോകുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള മോഷനാണ് ഇതിന് സംഭവിക്കുന്നത്. ഈ വസ്തുവിന് ഹൊറിസോണ്ടൽ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട് അല്ലെ. ഇവിടുന്ന് നമ്മൾ എറിഞ്ഞു, അത് എത്തിപ്പെടുന്നത് മറ്റൊരു സ്ഥലത്താണ്. അപ്പോ എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു മോഷൻ ഉണ്ട്. രണ്ടാമത്തേത് ഈ വസ്തു ഒരു പ്രത്യേക ഹൈറ്റിലോട്ടൊക്കെ പോകുന്നുണ്ട് അല്ലെ. അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ ഒരു മോഷൻ ഉണ്ട്. അപ്പൊ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോഷൻ happening in two directions in simultaneously. Simultaneous ആയിട്ട് രണ്ട് ഡയറക്ഷനിൽ മോഷൻ സംഭവിക്കുന്നതിനെയാണ് നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, പ്രൊജക്ടൈൽ മോഷനിൽ രണ്ട് തരത്തിലുള്ള മോഷൻ, ഹൊറിസോണ്ടൽ മോഷനും വെർട്ടിക്കൽ മോഷനും ഒരേ സമയത്ത് സംഭവിക്കുന്നുണ്ട്. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഏതൊരു വസ്തു ഭൂമിക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അതിന്റെ ആ വസ്തുവിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ്. എയർ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, പക്ഷെ ഈ പ്രൊജക്ടൈൽ മോഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നെഗ്ലക്ട് എയർ റെസിസ്റ്റൻസ് എന്നുള്ളൊരു ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വി ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് എയർ റെസിസ്റ്റൻസ്, ഓൺലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഓൺ ഇറ്റ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഡയറക്ഷൻ എപ്പോഴും എർത്തിന്റെ സെന്ററിലോട്ടായിരിക്കും അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് വിൽ ബി ഓൾവേസ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നേരെ താഴേക്ക്, വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. എർത്തിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ് ആക്സിലറേഷൻ. അപ്പൊ എക്സ് ആൻഡ് വൈ കമ്പോണന്റിൽ മോഷൻ സംഭവിക്കുന്നുണ്ടെങ്കിലും എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ, അതായത് ഇതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മോഷനിൽ ആക്സിലറേഷൻ ഇല്ല. കാരണം ആക്സിലറേഷൻ നേരെ താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് എക്സ് കമ്പോണന്റ് ഇല്ല. അപ്പൊ രണ്ട് തരത്തിലുള്ള മോഷൻ, ഒന്ന് എക്സ് ഡയറക്ഷനിലുള്ള ഹൊറിസോണ്ടൽ മോഷൻ, വൈ ഡയറക്ഷനിലുള്ള വെർട്ടിക്കൽ മോഷൻ. അതിലെ എക്സ് ഡയറക്ഷനിലുള്ള ഹൊറിസോണ്ടൽ മോഷൻ ഇസ് വിത്തൗട്ട് ആക്സിലറേഷൻ ആണ്. വൈ ഡയറക്ഷനിലുള്ള വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്നത് വിത്ത് ആക്സിലറേഷൻ ആണ്. അവിടുത്തെ ആക്സിലറേഷന്റെ വാല്യൂ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോ ഒന്ന് റീക്യാപ്പ് ചെയ്താൽ എന്താണ് പ്രൊജക്ടൈൽ മോഷൻ? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ അതില് ഹൊറിസോണ്ടൽ മോഷനും വെർട്ടിക്കൽ മോഷനും നടക്കുന്നുണ്ട്. ഹൊറിസോണ്ടൽ മോഷൻ ഇസ് എ മോഷൻ വിത്തൗട്ട് ആക്സിലറേഷൻ, വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്നത് വിത്ത് ആക്സിലറേഷൻ ആണ്. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെക്കാം. ഇനി നമുക്കിതിൽ 5 ഇക്വേഷൻസ് ആണ് ഡിറൈവ് ചെയ്യാനുള്ളത്. ഒന്ന് ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ, രണ്ടാമത്തെ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻസിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് ഇക്വേഷൻസ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ ഒന്ന് എഴുതി വെക്കാം. ഇക്വേഷൻസ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ, നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചു. v equal to u plus at, s equal to ut plus half at square, v square minus u square equal to 2as. പ്രൊജക്ടൈൽ മോഷനിൽ ഈ 2 ഇക്വേഷൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഏതൊക്കെയായിരുന്നു എന്നറിയോ? ഒന്ന് v equal to u plus at യും രണ്ടാമത്തേത് s equal to ut plus half at square ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുന്നില്ല. ഇനി ഈ 2 ഇക്വേഷനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. കാരണം ഇക്വേഷൻ ഈ മോഷൻ സംഭവിക്കുന്ന 2 ഡയറക്ഷനിലാണ്. എക്സ് ഡയറക്ഷനിലും ഉണ്ട്, വൈ ഡയറക്ഷനിലും ഉണ്ട്. അപ്പൊ വിയുടെ ഇക്വേഷൻ എക്സിലും വൈയിലും എഴുതണം, എസിന്റെ ഇക്വേഷനും എക്സിലും വൈയിലും എഴുതണം. അപ്പൊ 2 ഇക്വേഷൻ എടുക്കുന്നു. ഈ 2 എണ്ണത്തിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര ഇക്വേഷൻ ആക്കി മാറ്റും? 4 ഇക്വേഷൻ ആക്കി മാറ്റും. അപ്പൊ അതാണ് ഇക്വേഷൻസ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ. അപ്പൊ ആദ്യം നമുക്ക് ഈ 4 ഇക്വേഷൻസ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് എഴുതാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡെറിവേഷൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഈ ഭാഗം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രൊജക്ടൈലിന് എടുക്കാം അല്ലെ. അതിന് മാർക്ക് ചെയ്യാൻ എളുപ്പത്തിന് എക്സ് ആൻഡ് വൈ ആക്സിസിലാണ് ആ പ്രൊജക്ടൈൽ. ഒരു വസ്തു നമ്മളൊരു ഇനീഷ്യൽ വെലോസിറ്റി u ആണ് കൊടുക്കുന്നത്. അത് എറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് ഒരു പാരബോളിക് പാത്ത് ആണ്. അത് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കറിയാം. ഇനി നമ്മളത് മാത്തമാറ്റിക്കലി കൂടി ഡിറൈവ് ചെയ്യും പാരബോളിക് പാത്ത് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ വസ്തുവിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് u. ഇനീഷ്യൽ വെലോസിറ്റി ആണ് u. ഈ u എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഈ വസ്തു മൂവ് ചെയ്യാണ്. അപ്പോ ആക്സിലറേഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആക്സിലറേഷൻ എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ആക്സിലറേഷൻ ഇസ് ഹാപ്പനിങ് ഓൺലി ഇൻ ദ വൈ ഡയറക്ഷൻ. വൈ ഡയറക്ഷനിലെ ആക്സിലറേഷൻ നമ്മൾ എടുക്കേണ്ടത് -g എന്നുള്ള രീതിയിലാണ്. കാരണം ഈ വസ്തു ട്രാവൽ ചെയ്യുന്നത് മുകളിലോട്ടാണ് അല്ലെ. നമ്മൾ എറിയുന്ന സമയത്ത് ദ ഒബ്ജക്ട് ഇസ് മൂവിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അതേസമയം ആക്സിലറേഷൻ സംഭവിക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്?
ഇറ്റ് ഈസ് കമ്മിങ് ടുവേർഡ്സ് ദ എർത്ത്. ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ മോഷൻ ഓഫ് ദ ഒബ്ജക്റ്റും ആക്സിലറേഷനും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിലറേഷൻ നമുക്ക് മൈനസ്, നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ എടുക്കണം. ഓക്കെ, ആക്സിലറേഷൻ എക്സ് ഡയറക്ഷനിൽ 0 ആണ്, വൈ ഡയറക്ഷനിൽ -g ആണ്. അപ്പൊ ഞാൻ ആക്സിലറേഷന്റെ ഭാഗം ax എന്ന് പറയുന്നത് 0 ആയിട്ടും ay എന്ന് പറയുന്നത് -g ആയിട്ട് എഴുതി. അതിന്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എക്സ് കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ ഇല്ല, കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും താഴേക്കാണ് ആക്ട് ചെയ്യുക. ഇനി വൈ ഡയറക്ഷനിലെ ആക്സിലറേഷൻ ഞാൻ -g എന്നാണ് എഴുതിയിരിക്കുന്നത്. നെഗറ്റീവിന്റെ കാരണം ഇതാണ്, ഒബ്ജക്റ്റ് ആദ്യം മൂവ് ചെയ്ത് തുടങ്ങുന്നത് മുകളിലോട്ടാണ്, അതേസമയം ആക്സിലറേഷൻ താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ay ഈക്വൽ ടു -g എന്ന് എഴുതാം. അപ്പൊ ഇത് രണ്ടും എഴുതി. ഇനി u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അതിന്റെയും എക്സ് ആൻഡ് വൈ കമ്പോണൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. അതിനു വേണ്ടിയിട്ട് u എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെക്ടർ. അത് θ0 എന്ന് പറയുന്ന ഒരു ആംഗിൾ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. വെക്ടേഴ്സിന്റെ റെസൊല്യൂഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ടോപ്പിക് ആയിരുന്നു, പക്ഷെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. ഇനി വെക്ടർ റെസൊല്യൂഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇത്രയും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു വെക്ടർ എക്സ് ആൻഡ് വൈ കമ്പോണൻസിൽ ഏത് ആക്സിസുമായിട്ടാണോ ആംഗിൾ മേക്ക് ചെയ്യുന്നത്, ആ ആക്സിസിൽ ആ വെക്ടറിന്റെ കമ്പോണന്റിന് നമുക്ക് കോസ് എന്നും, ആംഗിൾ മാർക്ക് ചെയ്യാത്ത ആക്സിസിൽ സൈൻ എന്നും നമുക്ക് എഴുതാം. ഇതാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. വെക്ടർ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണ്, നമ്മൾ അത് ഇവിടെ പഠിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി, ഏത് ആക്സിസുമായിട്ടാണോ ആംഗിൾ മേക്ക് ചെയ്യുന്നത് അവിടെ കോസ് എന്നും, ആംഗിൾ മേക്ക് ചെയ്യാത്ത ആക്സിസിൽ സൈൻ എന്നും എഴുതാം. അപ്പൊ ഇവിടെ യുവിന്റെ രണ്ട് കമ്പോണൻസ് നമ്മൾ എഴുതാൻ പോവാണ്. എക്സ് ആക്സിസിൽ എനിക്ക് എഴുതാൻ പറ്റുന്നത് ഏതാണ്, ഇവിടെ ആംഗിൾ മേക്ക് ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസുമായിട്ടാണ്. അപ്പൊ യു കോസ് തീറ്റ എന്നാണ് എനിക്ക് എഴുതാൻ പറ്റുന്നത്. വൈ ആക്സിസിൽ ആംഗിൾ മേക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ യു സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പൊ യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിനെ നമ്മൾ രണ്ട് കമ്പോണൻസ് ആക്കി. ആദ്യം ആക്സിലറേഷന്റെ രണ്ട് കമ്പോണൻസ് ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി എഴുതാൻ പോകുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയുടെ രണ്ട് കമ്പോണന്റ് ആണ്. യു എക്സ് എന്ന് പറയുന്നത് യു കോസ് തീറ്റയും, യു വൈ എന്ന് പറയുന്നത് യു സൈൻ θ0 ആണ്. θ0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ആംഗിൾ അറ്റ് വിച്ച് ദ പ്രൊജക്ടൈൽ ഇസ് പ്രൊജക്റ്റഡ്. ഓക്കെ, അപ്പൊ ആക്സിലറേഷന്റെ രണ്ട് കമ്പോണന്റ് എഴുതി, ഇനീഷ്യൽ വെലോസിറ്റിന്റെ രണ്ട് കമ്പോണന്റ് എഴുതി. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഫൈനൽ വെലോസിറ്റിന്റെ രണ്ട് കമ്പോണൻസ് ആണ്. ഓക്കെ, ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയുന്നതിന്റെ എക്സ് കമ്പോണന്റ് എഴുതണം, വൈ കമ്പോണന്റ് എഴുതണം. അതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന നമ്മളുടെ ഇക്വേഷൻ ആണ്. അപ്പൊ വി എക്സ് എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാം, യു എക്സ് പ്ലസ് എ എക്സ് ടി. ടൈമിന് എക്സ് ആൻഡ് വൈ കമ്പോണന്റ് ഇല്ല. ടൈമിന് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കമ്പോണൻസ് എഴുതേണ്ട കാര്യമില്ല, കാരണം ടൈം എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ആണ്, അതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഇല്ല. എക്സ് ഡയറക്ഷനിലെ ടൈം, വൈ ഡയറക്ഷനിലെ ടൈം ഒന്നും നമുക്ക് പറയണ്ട. ഓക്കെ, അപ്പോ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റിനെ നമുക്ക് എഴുതാൻ പറ്റുന്ന കമ്പോണൻസ് ആണ് വി എക്സ് ഈക്വൽ ടു യു എക്സ് പ്ലസ് എ എക്സ് ടി. ഞാൻ അതിന് മുന്നേ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റിന്റെ രണ്ട് കമ്പോണൻസ് എഴുതി കാണിക്കാം. അതാണ് ഞാൻ ആദ്യം സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളതാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ. അപ്പൊ അതിന്റെ എക്സ് കമ്പോണന്റ് എഴുതുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, യു എക്സ് ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ എന്ന് എഴുതണം. കാരണം ഇത് എക്സ് കമ്പോണന്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന നമ്മളുടെ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. പക്ഷെ അതില് ടൈമിന് എക്സ് എന്ന് എഴുതണ്ട, ടൈം സ്കെയിലാർ ആണ്. പക്ഷെ ബാക്കിയുള്ളതിനെല്ലാം എക്സ് ഇട്ട് കൊടുക്കാം. അതായത് യു എക്സ് ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ. മനസ്സിലാവുന്നുണ്ട് എന്നാണ് കേട്ടോ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ യു എക്സിന്റെ വാല്യൂ നമുക്കുണ്ടല്ലോ, എന്താണ്, യു കോസ് തീറ്റ. എ എക്സിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ എ എക്സിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ടേം ഉണ്ടാവില്ല, യു എക്സ് ടി എന്ന് മാത്രമാണ് വരുന്നത്. ഇതിൽ യു എക്സിന്റെ വാല്യൂ യു കോസ് തീറ്റ 0 ആണ്. അപ്പൊ ഇൻടു ടി എന്ന് എഴുതി. അതാണ് എക്സ് കമ്പോണന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ എക്സ് കമ്പോണന്റ് നമ്മൾ എഴുതി. ആക്സിലറേഷന്റെ എക്സ് ആൻഡ് വൈ കമ്പോണന്റ് എഴുതി, ഇനീഷ്യൽ വെലോസിറ്റിന്റെ എക്സ് ആൻഡ് വൈ കമ്പോണന്റ് എഴുതി, ഇനി ഡിസ്പ്ലേസ്മെന്റിന്റെ എക്സ് കമ്പോണന്റ് എഴുതി. ഇതുപോലെ വൈ കമ്പോണന്റ് എന്താണ്, വൈ ഈക്വൽ ടു യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ. അതായത് അവിടെയും നമ്മൾ എടുത്തത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. വൈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യുനും എനും എല്ലാം വൈ വൈ എന്നിട്ട് കൊടുത്തു. ഇനി യു വൈ നമുക്ക് ഓൾറെഡി അറിയാം, എന്താണ്, യു സൈൻ തീറ്റ 0 ആണ്.
AY എന്ന് പറയുന്നത് -G ആണ്. അപ്പോൾ ആ രണ്ട് വാല്യൂസും ഇവിടെ എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? UYക്ക് പകരം U sin θ0t പ്ലസ് ഹാഫ് GT² ആണ്. പക്ഷെ G എന്ന് പറയുന്നത് -G ആണ് AY എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് രണ്ടാമത്തെ ടേം -half GT² എന്ന് പറയുന്നത്. അപ്പോൾ X and Y കമ്പോണന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എഴുതുന്നത് S = UT + ½ AT² എന്ന് പറയുന്ന ഫോമുല ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതാണ്. ഇനി X and Y കമ്പോണന്റ് ഓഫ് ഫൈനൽ വെലോസിറ്റി എഴുതുന്നത് V = U + AT സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ Vx = എന്തെഴുതാം? UX + AXT, UT + AT എന്നുള്ളതാണ്. അതിന് UX + AXT എന്ന് എഴുതാം. UX എന്ന് പറയുന്നത് വീണ്ടും U cos θ0 ആണ്. AX എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഈ രണ്ടാമത്തെ ടേം ഉണ്ടാവില്ല. UX ന് പകരം U cos θ0 എന്ന് എഴുതി. VY എന്നുള്ളത് എങ്ങനെ എഴുതും? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാൻ പറയുന്നതിനേക്കാളും മുന്നേ നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. VY is nothing but UY + AYT അല്ലെ? അതിനെ നമ്മൾ എഴുതുന്ന സമയത്ത് UY എന്ന് പറയുന്നത് U sin θ0 ആണ്. AY എന്ന് പറയുന്നത് -G ആണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ടേം -GT എന്ന് വന്നത്. അപ്പോ രണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ എടുത്തു. ഏതൊക്കെയായിരുന്നു രണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ? V = U + AT, S = UT + ½ AT². ഈ രണ്ട് ഇക്വേഷൻസിനെ സ്പ്ലിറ്റ് ചെയ്ത് 4 ഇക്വേഷൻ ആക്കി മാറ്റി. അതായത് S = UT + ½ AT² നിന്നാണ് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും കിട്ടിയത്. അതുപോലെ V = U + AT നിന്നാണ് ഈ രണ്ട് ഇക്വേഷൻസും നമുക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ ഞാൻ ബോക്സിനകത്ത് എഴുതിയിരിക്കുന്നതാണ് 4 ഇക്വേഷൻസ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ 5 ഡെറിവേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് മനസ്സിലായാലാണ് ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ഡെറിവേഷനിലോട്ട് കടക്കാം. ആദ്യത്തെ ഡെറിവേഷൻ ഇസ് ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ. പ്രൊജക്ടൈലിന്റെ പാത്ത് പാരബോളിക് ആണെന്ന് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് അറിയാം അല്ലെ? ഒരു വസ്തു ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് പാരബോളിക് ഇങ്ങനെ മുകളിലോട്ട് പോയി അത് പാരബോളിക് ആയിട്ട് താഴേക്ക് വരും നമുക്കറിയാം. ഇനി നമുക്ക് അതിനൊന്ന് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണം ഇതൊരു പാരബോള തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് X = U cos θ0t എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു അല്ലെ? അതിൽ നിന്ന് T എന്ന് പറയുന്നത് എന്തായിരിക്കും? ടീനെ ഇവിടെ നിർത്തിയാൽ U cos θ0 ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവരണം അല്ലെ? സോ T will be equal to X divided by U cos θ0. ഇനി Yന്റെ ഇക്വേഷൻ എന്താണ് നമുക്ക് കിട്ടിയത്? U sin θ0t -half GT². നമ്മൾ ഡിറൈവ് ചെയ്തതാണ് നേരത്തെ അല്ലെ? ഈ ഒരു ഇക്വേഷനില് Yല് T എന്ന് എഴുതിയിട്ടുള്ള രണ്ട് ഭാഗങ്ങളുണ്ട്. ഇവിടെ ഒരു T ഉണ്ട്, ഇവിടെ ഒരു T² ഉണ്ട്. ഈ രണ്ട് ഭാഗത്തും നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള ടീന്റെ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ടേം എന്താ വരിക? U sin θ0 into T എന്നുള്ളതായിരുന്നു. Tക്ക് പകരം X/U cos θ0 എന്ന് എഴുതി. -half GT². T² എന്ന് പറയുമ്പോൾ X/U cos θ0ന്റെ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയുന്ന ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആണ്. ഇവിടെ എനിക്ക് ഈ യുവും കട്ടായി പോയി. സൈൻ ബൈ കോസ് എന്ന് പറയുന്നത് ടാൻ ആണ് അല്ലെ? അപ്പൊ എനിക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്? ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്ത് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ടാൻ θ0 into X. ഇവിടെ X ഉണ്ട്, സൈൻ ബൈ കോസ് ഉണ്ട്. അപ്പൊ അതിന് ടാൻ θ0 into X എന്ന് എഴുതാം. മൈനസ് ഇവിടെ ഒരു G/2 ഉണ്ട്, U cos θ0ന്റെ സ്ക്വയർ ഉണ്ട്. അപ്പൊ അത് അതേപടി എഴുതി. പിന്നെ എക്സിനെ സ്ക്വയർ എടുക്കുമ്പോൾ X² ഉണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. Y = tan θ0 X minus G/2 U cos θ0 square into X². ഇവിടെ tan θ0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. G/E ഒരു ടേം ഉണ്ടല്ലോ, ഇത് മൊത്തത്തിൽ മറ്റൊരു കോൺസ്റ്റന്റ് ആണ്. മാത്സില് ഓരോ പാത്തിനും ഓരോ ഷേപ്പിനും നമുക്കൊരു ഇക്വേഷൻ ഓഫ് ഷേപ്പ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ Y = mx + c എന്ന് പറയും. അതുപോലെ ഓരോ ഷേപ്പിനും മാത്സിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. പാരബോളയുടെ ഒരു ജനറൽ ഫോം ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് Y = ax - bx². ax + bx² എന്ന് എഴുതുവാണെങ്കിൽ ഈ ഒരു ഷേപ്പിലുള്ള പാരബോളയാണ് വരിക. ഡൗൺവേർഡിലുള്ള പാരബോള എന്ന് പറഞ്ഞാൽ ax - bx² എന്നാണ്. ഇവിടെ a എന്നും b എന്നും പറയുന്നത് കോൺസ്റ്റൻസും x എന്ന് പറയുന്നത് x ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റും ആണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ഒന്ന് നോക്കുമ്പോൾ സംതിങ് ഇൻറ്റു x
മൈനസ് സംതിങ് ഇൻറ്റു എക്സ് സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ രണ്ട് സംതിങ്സിനെയാണ് നമ്മൾ എ ആൻഡ് ബി എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പാരബോളയുടെ ജനറൽ ഇക്വേഷൻ ആയിട്ട് റിസംബിൾ ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ, അതായത് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് പാരബോള. ഈ നമുക്ക് കിട്ടിയിട്ടുള്ളത് പാരബോളയുടെ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ പ്രൊജക്ടൈലിന്റെ പാത്ത് പാരബോളിക് ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഡെറിവേഷൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റ് ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രൊജക്ടൈൽ ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഇതുവരെ എത്താൻ എടുക്കുന്ന മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന സമയം. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഈ നമ്മൾ എറിഞ്ഞത് മുതൽ താഴെ ഗ്രൗണ്ടിലോട്ട് തിരിച്ചു വരാൻ എടുക്കുന്ന സമയത്തിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു വസ്തു മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അതിനെന്തുകൊണ്ട് പിന്നെയും മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല? കാരണം അവിടെ അതിന്റെ വെലോസിറ്റി 0 ആയി പോകുന്നുണ്ട്. വെലോസിറ്റി 0 ആകുമ്പോഴാണ് അതിന് ഫർദർ മുകളിലോട്ട് പോകാൻ പറ്റാത്തത്. അപ്പോ ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊജക്ടൈൽ അതിന്റെ ഏറ്റവും ഹൈറ്റിൽ എത്തുന്ന സമയത്ത് അതിന്റെ y കമ്പോണന്റ് ഓഫ് വെലോസിറ്റി 0 ആയി പോകുന്നുണ്ട്. അതായത് മുകളിലോട്ട് ഇനിയും പോകാൻ പറ്റുന്നില്ല, കാരണം മുകളിലോട്ട് പോകേണ്ട വെലോസിറ്റി 0 ആവുന്നുണ്ട്. അപ്പൊ Vy ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആ സമയത്തുള്ള ടൈമിനെയാണ്, ആ ഒരു ഇൻസ്റ്റന്റിലുള്ള ടൈമിനെയാണ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടി എന്നുള്ളതിന് പകരം നമുക്ക് TM എന്ന് വിളിക്കാം. കാരണം ആ ടൈമിനെ ഒരു പ്രത്യേക ടൈം എന്നാണ് പേരിട്ട് വിളിക്കുന്നത്, ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്. എന്താണ് അവിടുത്തെ പ്രത്യേകത? വെലോസിറ്റി 0 ആയിരിക്കണം. Vy ഷുഡ് ബി 0. Vyന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തല്ലോ. എന്തായിരുന്നു Vyയുടെ ഇക്വേഷൻ? u sin θ 0 മൈനസ് GT എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കണം? Vyക്ക് 0 എന്ന് എഴുതാം, ടിക്ക് പകരം TM എന്ന് എഴുതാം. സംഭവം കഴിഞ്ഞിട്ടോ, ഡെറിവേഷൻ ആയി. നമുക്ക് എന്ത് കിട്ടി? 0 ഈക്വൽ ടു u sin θ 0 മൈനസ് GTM. അപ്പൊ ഇവിടുന്ന് ഈ GTM നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? GTM is equal to u sin θ 0, അല്ലെങ്കിൽ TM എന്ന് പറയുന്നത് u sin θ 0 ഡിവൈഡഡ് ബൈ G. വളരെ എളുപ്പമുള്ള ഡെറിവേഷൻ ആണ്. ഒറ്റ കാര്യം മാത്രം ഓർത്ത് വെക്കണം, മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്ത് അതിന്റെ y കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഈസ് 0. അതുകൊണ്ടാണ് അതിന് വീണ്ടും മുകളിലോട്ട് പോകാൻ പറ്റാത്തത്. അപ്പോ Vyയുടെ ഇക്വേഷനിൽ ടിക്ക് TM എന്നും Vyക്ക് 0 എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് കിട്ടി. ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ മീനിങ് എന്താണ്? ഈ പ്രൊജക്ടൈല് ഇവിടെ ഗ്രൗണ്ടിൽ തന്നെ വരണം. ഓക്കെ, ഗ്രൗണ്ടിൽ എത്തുന്ന സമയം എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, അത് താഴെ വന്നു കഴിഞ്ഞു അല്ലെ. മുകളിലോട്ട് അതിന് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. മുകളിലോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ പേരാണ് y അല്ലെ. y കമ്പോണന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനാണ് നമ്മൾ y എന്ന് പേര് കൊടുത്തത്. അപ്പൊ ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യം എന്താണ്? ടൈമിനെ നമുക്ക് TF, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കാം. ആ സമയത്ത് പ്രത്യേകത എന്താണ്? y ഷുഡ് ബി 0. ടൈം ഓഫ് മാക്സിമം ഹൈറ്റിന്റെ സമയത്ത് Vy ഷുഡ് ബി 0, ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ സമയത്ത് y ഷുഡ് ബി 0 അല്ലെ. കാരണം ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഈ നേരെ ഗ്രൗണ്ടിൽ തന്നെ എത്തുന്ന സമയമാണ്. അവിടെ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് y ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയി പോയി എന്നാണ് അല്ലെ. അപ്പൊ നമ്മുടെ yന്റെ ഇക്വേഷൻ എഴുതാം. yന്റെ ഇക്വേഷൻ എന്തായിരുന്നു? y ഈക്വൽ ടു u sin θ 0 t മൈനസ് ഹാഫ് GT സ്ക്വയർ. ഇതാണ് നമ്മൾ 4 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഓഫ് പ്രൊജക്ടൈല് നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞത്. കാരണം എല്ലാ ഡെറിവേഷനും നമ്മൾ ആ ഇക്വേഷൻ എടുത്ത് എഴുതിയിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ yന്റെ ഇക്വേഷൻ ഇതായിരുന്നു, u sin θ 0 t മൈനസ് ഹാഫ് GT സ്ക്വയർ. ഇവിടെ yക്ക് 0 കൊടുക്കുക, ടിക്ക് എന്ത് കൊടുക്കണം? TF എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ ഞാൻ എന്തെഴുതാൻ പറ്റും? ഈ ഈക്വൽ ടു എന്ന് എഴുതാം അല്ലെ. ഈ 0 എന്നുള്ളതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഈക്വൽ ടു എന്ന് എഴുതാം. ഇതിൽ ഒരു TF ഉം കട്ടായി പോയി. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, u sin θ 0 is equal to half GTF എന്നുള്ളതാണ്. അപ്പൊ TF എന്ന് എഴുതുമ്പോൾ 2 ഇങ്ങോട്ട് മുകളിലോട്ട് വരും, G എന്നുള്ളത് ഇങ്ങോട്ട് താഴേക്ക് വരും. അപ്പോൾ we get TF is equal to 2u sin θ 0 divided by G. ഈ TF ഉം TM ഒന്ന് നോക്കി വെക്കുക, എന്തെങ്കിലും ഒരു റിലേഷൻ തോന്നുന്നുണ്ടോ അവിടെ? TFന്റെ ഇക്വേഷനിൽ ഒരു 2 എക്സ്ട്രാ വന്നത് മാത്രമേ ഉള്ളൂ അല്ലെ. ഇപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ടൈം ഓഫ് മാക്സിമം ഹൈറ്റിന്റെ ഡബിൾ ആണ്. കാരണം നമുക്കറിയാം ഈ പാരബോള ഒരു സിമെട്രിക്കൽ ഷേപ്പ് ആണ്. ഇങ്ങനെ
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഹാഫും സിമെട്രിക്കൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ടൈം ഓഫ് മാക്സിമം ഹൈറ്റിന്റെ ഡബിൾ ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഡെറിവേഷൻ നമ്മളിവിടെ ചെയ്തു, മൂന്ന് ഡെറിവേഷൻ ചെയ്തു അല്ലെ. ഒന്ന് ഇക്വേഷൻ ഓഫ് പാത്ത് ചെയ്തു, രണ്ടാമത്തേത് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്, മൂന്നാമത്തേത് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇനി നമുക്ക് രണ്ട് ഇക്വേഷനും കൂടെ ഉണ്ട്. അടുത്ത മാക്സിമം ഹൈറ്റ്. എളുപ്പമാണ്. മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? മാക്സിമം ഹൈറ്റിന് അപ്പുറത്തേക്ക് എന്താ പോകാൻ പറ്റാത്ത? vy0 എന്നുകൊണ്ടാണ് അല്ലെ. മാക്സിമം ഹൈറ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇൻ y ഡയറക്ഷൻ ക്യാൻ ബി കോൾഡ് ആസ് h and t will be equal to tm. ഓക്കെ, ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് ആവുന്ന സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമുക്ക് മാക്സിമം ഹൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത് അല്ലെ. മാക്സിമം ഹൈറ്റ് സഞ്ചരിക്കാനായിട്ട് എടുത്ത സമയത്തിൽ എത്ര ഹൈറ്റിലെത്തി എന്നുള്ളതാണ് മാക്സിമം ഹൈറ്റ് അല്ലെ. അപ്പൊ ടിക്ക് പകരം നമുക്ക് ടി എം എന്ന് കൊടുക്കാം, വൈക്ക് പകരം എച്ച് എം എന്ന് കൊടുക്കാം. അപ്പൊ വൈയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ആദ്യം പഠിച്ചത് y ഈക്വൽ ടു യു സൈൻ തീറ്റ 0 t മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അപ്പൊ വൈക്ക് പകരം എന്ത് കൊടുക്കാം? എച്ച് എം ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ 0 എന്നുള്ളത് അതുപോലെ എഴുതി. ടി എമ്മിന്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. എന്താണ്? യു സൈൻ തീറ്റ 0 ഡിവൈഡഡ് ബൈ ജി മൈനസ് ഹാഫ് ഇൻറ്റു ടിന്റെ സ്ക്വയർ. ടി യു സൈൻ തീറ്റ 0 ബൈ ജി ആയിരുന്നു. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാം അല്ലെ. ഇവിടെ രണ്ട് യു ഉണ്ട്. അപ്പോ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി. ഇതിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി മൈനസ് ഹാഫ് ഇൻറ്റു, ഇവിടെയും നമ്മൾ സ്ക്വയർ ആണ് ചെയ്യുന്നത്. ഒരു ജിയും ഇവിടുത്തെ താഴത്തെ ഒരു ജിയും കട്ടായി പോകുന്നുണ്ട്. അപ്പൊ അവിടെയും വരുന്നത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി എന്നാണ് അല്ലെ. അപ്പൊ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി മൈനസ് ഹാഫ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി. എളുപ്പമാണ് ചിന്തിക്കാൻ. ഒരു ആപ്പിൾ മൈനസ് ഹാഫ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ആപ്പിൾ ആണ്. അപ്പൊ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി മൈനസ് ഹാഫ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി ആണ്. അപ്പോൾ ഹാഫ് എന്നുള്ളത് നമ്മൾ 2g എന്ന് എഴുതി. ഇതാണ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ. മാക്സിമം ഹൈറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം y ഷുഡ് ബി എച്ച് എം ആൻഡ് t ഷുഡ് ബി ടി എം. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്നുള്ളതിന്റെ ഇതിന് മറ്റൊരു ഇക്വേഷൻ അത് വേണ്ട നമുക്ക്. റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊജക്ടൈല് താഴേക്ക് എർത്തിന്റെ സർഫസിലോട്ട് എത്തുന്ന സമയത്ത് എത്രത്തോളം ഡിസ്റ്റൻസ് കവർ ചെയ്തു, എക്സ് ഡയറക്ഷനിൽ എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി എന്നുള്ളതാണ് റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈലിന്റെ അർത്ഥം. ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഏത് ഡയറക്ഷനിലുള്ളതാ? എക്സ് ഡയറക്ഷനിലുള്ളതാണ്. അപ്പൊ നമുക്ക് റേഞ്ച് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ എക്സിന് പകരമാണ് നമുക്ക് റേഞ്ച് ആർ എന്ന് കൊടുക്കാൻ പറ്റുന്നത്. എത്ര സമയം എടുത്താലാണ് നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് കഴിഞ്ഞാലാണ് അല്ലെ. താഴെ അങ്ങ് എത്തി, ഏറ്റവും ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോ മാക്സിമം ഹൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു y ഡിസ്പ്ലേസ്മെന്റ് അറ്റ് t ഈക്വൽ ടു ടി എം. റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ എന്ന് വെച്ചാൽ എക്സ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് t ഈക്വൽ ടു ടി എഫ് എന്നാണ്. ഓക്കെ, അപ്പൊ റേഞ്ചിന് നമ്മൾ ആർ എന്ന് കൊടുക്കുവാണെങ്കിൽ എക്സിന്റെ ഡിസ്പ്ലേസ്മെന്റിന് എക്സ് ഈക്വൽ ടു യു എക്സ് ടി, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. യു കോസ് തീറ്റ 0 ടി എന്നുള്ളതായിരുന്നു. എക്സിന് പകരം നമുക്ക് ആർ എന്ന് കൊടുക്കാം. യു കോസ് തീറ്റ 0 ടി എഫ്. ടി എഫിന്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പൊ ചെയ്തതാണ് അല്ലെ. എന്തായിരുന്നു ടി എഫിന്റെ ഇക്വേഷൻ? 2u സൈൻ തീറ്റ 0 ഡിവൈഡഡ് ബൈ ജി. ഇവിടെ നമ്മളൊരു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരിക. ഓർമ്മയില്ലാത്തവരൊന്ന് സൈഡിലൊന്ന് എഴുതി വെക്കുക. നമുക്ക് ട്രിഗ്നോമെട്രിയിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വെച്ചാൽ അത് സൈൻ 2 തീറ്റയാണ്. അപ്പൊ ഈ ഇക്വേഷൻ ഓർക്കാത്തവര് ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ നമുക്ക് 2 ഉണ്ട്, സൈൻ തീറ്റ 0 ഉണ്ട്, കോസ് തീറ്റ 0 ഉണ്ട്. അത് കൂടാതെ ഒരു യു സ്ക്വയർ എടുക്കുന്നുണ്ട്. യു ഇൻറ്റു യു, യു സ്ക്വയർ ആണ്. യു സ്ക്വയർ ബൈ ജി എന്നുള്ളത് അതുപോലെ എഴുതുന്നു. 2 സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് പകരം നമുക്ക് സൈൻ 2 തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആയി യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്നുള്ളത്. അപ്പൊ ഇതാണ് റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ. ഇതില് ഇത്രയുമാണ് 5 ഡെറിവേഷൻസ് ഉള്ളത് നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ. എല്ലാവർക്കും വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഞാൻ ഒരു ചെറിയ ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് സോൾവ് ചെയ്ത് കാണിക്കാന്ന് വിചാരിക്കുന്നു. നമുക്ക് റേഞ്ച് മാക്സിമം ആവുന്നത് എപ്പോഴാണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കണം. കാരണം ഇതാണ് നമ്മളുടെ ജാവലിൻ ത്രോയിലും ഡിസ്കസ് ത്രോയിലും ഒക്കെ എന്താ പറയാ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്നത്. നമുക്ക് മാക്സിമം റേഞ്ച് കവർ ചെയ്യുന്ന ആളാണ് വിന്നർ ആയിട്ട് വരിക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഈ
ജാവലിനൊക്കെ എറിയുന്ന സമയത്ത് ഒരു പ്രത്യേക ആംഗിളിൽ എറിയുവാണെങ്കിൽ അവർക്ക് വിന്നർ ആവാനുള്ള സാധ്യതയുണ്ട്. ആ ആംഗിൾ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ റേഞ്ചിന്റെ വാല്യൂ മാക്സിമം ആവുന്നത് എപ്പോഴാണ്? സൈനിന്റെ വാല്യൂ മാക്സിമം വരുമ്പോഴാണ്. സൈനിന് മാക്സിമം കിട്ടുന്ന ആൻസർ 1 ആണ്. അതെപ്പോഴാണ്? സൈൻ 90 ആവുമ്പോഴാണ് അല്ലെ. അപ്പൊ 2θ എന്ന് പറയുന്നത് 90 ആവുക, അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 90/2 45 ഡിഗ്രി. അപ്പൊ 45 ഡിഗ്രിയിൽ ചെരിച്ച് ഒരു വസ്തു എറിഞ്ഞാലാണ് നമുക്ക് മാക്സിമം റേഞ്ച് കവർ ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ ആംഗിൾ ടു ഒബ്റ്റെയിൻ മാക്സിമം റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ എന്നുള്ളത്. മാക്സിമം റേഞ്ച് കിട്ടാനായിട്ട് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഷുഡ് ബി 45 ഡിഗ്രി. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് 4th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ നമ്മൾ ഒറ്റ വീഡിയോയിൽ തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സോ എന്തെങ്കിലും ഫീഡ്ബാക്കോ, നിങ്ങൾക്ക് ഇല്ല ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് എഴുതുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സമയം കൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു once again for watching my video today. Have a wonderful day ahead to all of you.